ഔറ സ്ത്രീയുടെ ശബ്ദം മറച്ചു വെക്കേണ്ട സ്വകാര്യതയാണ്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ താലിബാൻ ഇറക്കിയ വിചിത്രമായ പ്രഖ്യാപനമായിരുന്നു. അഫ്ഗാനി സ്ത്രീകളെ അടിച്ചമർത്തുന്ന പ്രഖ്യാപനം. ഇത് മാത്രമല്ല, അഫ്ഗാനി സ്ത്രീകൾക്കെതിരെ താലിബാൻ ഉയർത്തിയിട്ടുള്ള മറ്റു പ്രഖ്യാപനങ്ങൾ ഒരുപാടുണ്ട്. കടുത്ത നിയമങ്ങളാണ് സ്ത്രീകൾക്കെതിരെ താലിബാൻ കൊണ്ടുവന്നിരിക്കുന്നത്. സ്ത്രീകൾ ജോലി ചെയ്യുന്ന അടുക്കളയ്ക്ക് ജനാലകൾ പാടില്ല. സ്ത്രീകളെ മറ്റു പുരുഷന്മാർ കാണാത്ത രീതിയിൽ അടുക്കള ജനാലകൾ സജ്ജീകരിക്കണം, അല്ലെങ്കിൽ അടച്ചുപൂട്ടണം. വിചിത്രമായ ഉത്തരവാണെങ്കിലും നിയമം അനുസരിക്കാത്ത സ്ത്രീകൾക്ക് കടുത്ത ശിക്ഷകൾ വരെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ കണക്കു പ്രകാരം ഏകദേശം 1.5 കോടിയോളം സ്ത്രീകളാണ് അവിടെ ഉള്ളത്. വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാണ് അഫ്ഗാനി സ്ത്രീകൾ അവിടെ കഴിയുന്നത്. അഫ്ഗാനി മണ്ണിലെ സ്ത്രീകളുടെ നരക ജീവിതത്തെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഏവർക്കും ടോക്ക് സ്പേസിലേക്ക് സ്വാഗതം. അമേരിക്ക പൂർണ്ണമായും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിന്മാറുകയും താലിബാൻ അഫ്ഗാനിസ്ഥാൻ കീഴടക്കുകയും ചെയ്തതിനു ശേഷം സ്ത്രീകളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും പൂർണ്ണമായി താലിബാൻ അടിച്ചമർത്തുന്ന കാഴ്ചകളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ താലിബാൻ അധികാരത്തിലേക്ക് കയറിയപ്പോൾ പറഞ്ഞ വാക്കുകൾ ഇതൊന്നും ആയിരുന്നില്ല. നമ്മളെല്ലാവരും കേട്ട കാര്യങ്ങളാണ്. സ്ത്രീകൾക്ക് യാതൊരു വിവേചനവും അവിടെ ഉണ്ടാകില്ല. അവർക്ക് യാതൊരു അവകാശവും നിഷേധിക്കപ്പെടില്ല. അതുപോലെ വിദ്യാഭ്യാസത്തിനോ മറ്റൊന്നിനോ അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല എന്നുമായിരുന്നു അവർ പറഞ്ഞ വാക്കുകൾ. എന്നാൽ പിന്നീട് അങ്ങോട്ട് അധികാരം കൈപ്പറ്റിയ താലിബാൻ പ്രവർത്തിച്ചത് അതൊന്നുമായിരുന്നില്ല. താലിബാൻ എന്താണോ അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് അത് നടപ്പിലാക്കി. സ്ത്രീകളുടെ ദയനീയമായ അവസ്ഥകളാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ പൊതുസ്ഥലത്ത് ഇറങ്ങുന്നത് വളരെ അടുത്ത കാലത്താണ് നിരോധിച്ചത്. അതുപോലെ തന്നെ ഒരു പുരുഷന്റെ തുണയില്ലാതെ സ്ത്രീകൾക്ക് ഒരിടത്തും യാത്ര ചെയ്യാൻ പാടില്ല. ഇതിനെല്ലാം താലിബാൻ പറയുന്ന വാദങ്ങൾ മറ്റൊന്നാണ്. സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇതെല്ലാം നടപ്പാക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ നിയമങ്ങളെല്ലാം നടപ്പാക്കി വരുന്നത്. അതായത് പുരുഷവർഗത്തിന്റെ ലൈംഗിക ചേഷ്ടയിൽ നിന്നും ഒഴിവാക്കാനാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ്. എത്ര വിരോധാഭാസമാണ് അവർ പറയുന്നത് അല്ലെ? കറുത്ത വസ്ത്രം, അത് മുടി മുതൽ കാല് വരെ ധരിക്കണം. കൂടാതെ കണ്ണിന്റെ ഈ കൃഷ്ണമണി മാത്രമേ ആ കറുത്ത വസ്ത്രത്തിന് പുറത്തേക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇതിലെങ്ങനെയാണ് പുരുഷന് സ്ത്രീയോട് ഒരു കാമഭാവത്തിൽ നോക്കുക പോലും സാധ്യമാവുക? പൂർണ്ണമായിട്ടും സ്ത്രീ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് താലിബാന് ഇതിന് പിന്നിൽ ഉണ്ടായിരിക്കുന്നത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പഠനം തടഞ്ഞു. അവരുടെ പഠന ജീവിതം ദുരിതത്തിലായി. ബിരുദ പഠനത്തിന് പോലും അഫ്ഗാനി സ്ത്രീകൾക്ക് അവകാശമില്ലാതായി. ഇപ്പൊ എല്ലാവരും വീടുകൾക്കുള്ളിൽ അടച്ചു പൂട്ടപ്പെട്ട അവസ്ഥയിലാണ് കഴിയുന്നത്. ഇവിടെ സംഭവിക്കുന്നത് സ്ത്രീകൾക്ക് വീടിന് പുറത്തേക്ക് ഒരു സ്വാതന്ത്ര്യം പാടില്ല എന്നതായിരുന്നു. അതിന്റെ കൂടെയാണ് ഇപ്പൊ പുറപ്പെടുവിച്ചിട്ടിരിക്കുന്ന ഈ ഒരു നിയമം കൂടി വരുന്നത്. വീടിനകത്ത് തന്നെ, അതായത് സ്ത്രീകൾ എപ്പോഴും ഇടപഴകുന്ന അടുക്കളയ്ക്ക് പോലും പുറത്തേക്കുള്ള ജനാലകൾ ഒഴിവാക്കപ്പെടുന്നു. എത്ര നീചമായുള്ള ഒരു നിയമമാണത്. ഇതിലും ഭേദം അഫ്ഗാനിൽ സ്ത്രീ വംശത്തെ ഇല്ലാതാക്കുന്നതാണ് നല്ലത്. സ്ത്രീകൾ പ്രത്യുൽപാദനം നടത്താനുള്ള, അല്ലെങ്കിൽ വീട്ടിലെ പുരുഷനെയും കുട്ടികളെയും ഭക്ഷണം വെച്ച് പരിപാലിക്കുന്ന ഉപകരണമായി മാത്രമേ താലിബാൻ കാണുന്നുള്ളൂ. താലിബാനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം വിദ്യാഭ്യാസം തൊട്ട് തീണ്ടാത്ത ആ വർഗം ഭരിക്കുന്ന ഒരു രാജ്യത്തെ നിയമങ്ങളെ ഇതിനപ്പുറം കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിക്രൂരമായ വിവേചനമാണ് അഫ്ഗാനി സ്ത്രീകൾ അനുഭവിച്ചു വരുന്നത്. ഏറ്റവും വിചിത്രമായ ഒരു നിയമം എന്താണെന്ന് പറഞ്ഞാൽ, സ്ത്രീകൾ സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദം മറ്റൊരു സ്ത്രീ കേൾക്കരുത് എന്നുള്ളതാണ്. അതായത് അത്രയും പതുക്കെ മാത്രമേ സ്ത്രീകൾ സംസാരിക്കാവൂ, അല്ലെങ്കിൽ സംസാരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സ്ത്രീകൾ മൗനം പാലിക്കുക. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഇത് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് പോലും അത് വളരെ പ്രയാസകരമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോ അത് അനുഭവിക്കുന്ന അഫ്ഗാനി സ്ത്രീകളുടെ ആ ഒരു അവസ്ഥ അതിഭീകരമാണ്. ഇതിൽ നിന്നും പുറത്തു കടക്കണം എന്ന് ആത്മാർത്ഥമായി വിചാരിച്ചാൽ പോലും രക്ഷ നേടാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് അവിടെ. ജയിലറകളിൽ ഇതിലും സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്.
സ്ത്രീകളെ മനുഷ്യനായി പോലും ഈ ഒരു താലിബാൻ ഭരണകൂടം തയ്യാറായിട്ടില്ല. ഇതാണ് വാസ്തവം. ലോകം മാറുന്നു. ഇസ്ലാമിക രാജ്യത്തിന്റെ അതിഭീകര വേഷനായിരുന്ന സൗദി പോലും മാറിയില്ലേ? മതമല്ല പ്രാധാന്യം എന്നുള്ള തിരിച്ചറിവ് അവിടെ വന്നു. രാജ്യം വളരണമെങ്കിൽ മതം വിട്ടു നിൽക്കണം. സലഫിസവും വഹാബിസവും ദൂരെ വലിച്ചെറിയണം. എന്നിട്ട് എന്തുകൊണ്ട് ഈ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നില്ല എന്നതാണ്. അവിടങ്ങളിൽ വയറ് നിറഞ്ഞില്ലെങ്കിലും മതം എത്രത്തോളം തിന്നു വയറ് നിറയ്ക്കാം എന്നാണ് ആ രാജ്യങ്ങൾ ചിന്തിക്കുന്നത്. പട്ടിണിയിലാണ് ഇരു രാജ്യങ്ങളുമുള്ളവര്. രാജ്യം വളരുന്നതിൽ അവർക്ക് താല്പര്യമില്ല. പകരം എന്താണ്, സ്ത്രീകൾക്കെതിരെ എത്രത്തോളം നിയമങ്ങൾ കടുപ്പിക്കാമോ അത്രത്തോളം നിയമങ്ങൾ അവർ കടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാനിലെ നിരത്തുകളിൽ ഇപ്പോ സ്ത്രീ സാന്നിധ്യമില്ല. തൊഴിലിടങ്ങളിൽ എവിടെയും സ്ത്രീകളെ കാണാൻ സാധിക്കില്ല. സ്ത്രീകൾ ഒരിക്കലും ജനിച്ചു വീഴാൻ പാടില്ലാത്ത ഭൂമിയിലെ അപകടം നിറഞ്ഞ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് അഫ്ഗാനിസ്ഥാൻ തന്നെയാണ്. പീഡിപ്പിക്കപ്പെട്ടാലും കൊല്ലപ്പെട്ടാൽ പോലും പുറം ലോകം അറിയുന്നില്ല. ജനിക്കുക, നരകിക്കുക, മരിക്കുക, ഇതാണ് അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികളുടെ അവസ്ഥ. ഇത് മാറണമെങ്കിൽ വീണ്ടും അമേരിക്കൻ ആധിപത്യം അഫ്ഗാൻ മണ്ണിൽ കാലുകുത്തണം. താലിബാൻ വേരോടെ ഇല്ലാതാവും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.